ഇപ്പോൾ വടക്കുന്നതിൻ്റെ മുമ്പിലാണ്. ഒരു യാത്രയ്ക്കുള്ള പുറപ്പാടാണ്. അപ്പോൾ ഇന്നലെ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ടൊരു സംഭവം തന്നെ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവർ മാറ്റാൻ വേണ്ടി യാത്രയ്ക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഒറ്റയ്ക്കാണ്. ഇനി അങ്ങോട്ട് ഉള്ള യാത്രകളും ഒറ്റയ്ക്കായിരിക്കും. എന്താ പറയുക, ഇപ്പോൾ അതായിരിക്കും, ഇനി ഒറ്റയ്ക്കായിരിക്കും കൂടുതൽ യാത്രകൾ. പിന്നെ ഒറ്റയ്ക്കാക്കിയത് കൊണ്ട് ആരോടും ഒരു വിഷമവുമില്ല. പിന്നെ ഞാൻ കാരണം ആരുടെയും ജീവിതം മനഃപൂർവ്വം ഞാൻ നശിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ല. ആരുടെ ജീവിതവും ഞാൻ നശിപ്പിച്ചിട്ടില്ല. അത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ഒരു കുറച്ച് പോസിറ്റീവ് എനർജി വേണമെന്ന് തോന്നി, അതുകൊണ്ട് ഇവിടെ വന്നിരുന്നു. ഇനി ജസ്റ്റ് ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് ഇറങ്ങും. എവിടേക്കാണ് എന്ന് ഉദ്ദേശിച്ചില്ല. ചിലപ്പോൾ വാഗമൺ പോവും, അല്ലെങ്കിൽ മൂന്നാർ, അല്ലെങ്കിൽ അങ്ങനെ ഇതിലേതെങ്കിലും 2 സ്ഥലമാണ്. ഇന്നലെ വൈകുന്നേരമാണ് തീരുമാനിച്ചത്. വേറെ ആരോടും പറയാൻ പറ്റിയിട്ടില്ല. അമ്മയോട് പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, രാഗിയോട് പറഞ്ഞു. രാഗി അനിയത്തിയാണ്. രാഗിയോട് പറഞ്ഞു. പിന്നെ അധികം ആരോടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്കിനി യാത്രയിൽ കാണാം. ഇനി ബാക്കിയുള്ളത് ഞാൻ വഴിയെ പറയാം. ഓക്കെ. ഇപ്പോൾ കവളങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. വെള്ളം കുടിക്കാൻ നിർത്തിയതാ. ഇനി ഇവിടുന്ന് ഒരു ജസ്റ്റ് 66 കിലോമീറ്റർ കൂടി ഉണ്ട് മൂന്നാർക്ക്. അപ്പോൾ മൂന്നാർ ഹോൾഡ് ചെയ്യാൻ നോക്കണില്ല. കാന്തല്ലൂർ പോകാൻ ഉദ്ദേശിക്കണേ. പറ്റുകയാണെങ്കിൽ അവിടെ നൈറ്റ് നിൽക്കും. അല്ലെങ്കിൽ നൈറ്റിനുള്ള സെറ്റിങ്സ് ഒന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. എന്നാലും നോക്കി. അങ്ങനെ മൂന്നാറെത്തി. സമയം ഇപ്പോൾ 1:30. അത്യാവശ്യം തണുപ്പുണ്ട്. ആൾക്കാർ ഈ ഭാഗത്തുനിന്ന് അധികം ആൾക്കാരില്ല, പക്ഷേ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതലും KL തന്നെയാണ്. KL 17, KL 3, KL 16, അങ്ങനെ വണ്ടികളൊക്കെ കുറേ ഉണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 1:30 കഴിഞ്ഞു. ഇനി ഇവിടുന്ന് കാന്തല്ലൂർ പോകണം. ഇവിടുന്ന് ഏറെക്കുറെ 1 മണിക്കൂർ ഉണ്ടാവുമെന്നാണ് വിചാരിക്കണേ. അപ്പോൾ ഈ നവംബർ മാസത്തിൽ തന്നെ ഇതിങ്ങനെ ഒരു തണുപ്പ്, പക്ഷെ കുറച്ചുകൂടിയും പ്രതീക്ഷിച്ചു എന്നാണ് ഞാൻ മൊത്തത്തിൽ കിട്ടിയ ഒരു ഇത്. എല്ലാവരും വീഡിയോ യൂട്യൂബിലും എല്ലാത്തിലും പറഞ്ഞു നവംബർ മാസത്തിലൊക്കെ അത്യാവശ്യം തണുപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇനി ചിലപ്പോൾ ഈ ഉച്ച സമയം ആയതുകൊണ്ടായിരിക്കാം കുറച്ചുകൂടി കഴിഞ്ഞാൽ വരും. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. സമയം 3, 3:15, 3:30 ആയിട്ടുള്ളൂ. അയ്യോ, ഒന്നും പറയണ്ട. ഇത്രയ്ക്ക് ഞാൻ പ്രതീക്ഷിച്ചില്ല.
രാത്രി വണ്ടികൾ വരണ പോലെയാ ലൈറ്റ് ഇട്ടിട്ട് വരണേ. അത്രയ്ക്ക് കണ്ടു കാണാത്ത അവസ്ഥയാ. മഞ്ഞ് പെയ്യാന്നൊക്കെ പറയില്ലേ, അതാണ് മഞ്ഞ് പെയ്യാണ്. അയ്യോ, മറ്റേ ദുൽഖർ പറയണ്ടേ മീശപ്പുലി പോലെ മഞ്ഞ് പെയ്യണ കണ്ടോ? അതൊന്നുമല്ല. അയ്യോ, കാന്തല്ലൂരിന് മഞ്ഞ് പെയ്യണ കണ്ടിട്ടോ ചോദിക്കണം. പൊന്നോ, എളുപ്പമല്ലാട്ടാ. അല്ല, ഞാൻ മീശപ്പുലി പോലെ കണ്ടിട്ടില്ല. ഇനി അതുകൊണ്ട് ഇനി അതിന്റെ പേരിൽ ട്രോൾ ഇറക്കരുത്. എന്നാലും ഇതൊരു 1.5 മഞ്ഞ് വെയിലാണ്. പൊള്ളിയാണ്, സൂപ്പർ. ഓ, ഇവിടെയാണ് ഇന്നലെ നൈറ്റ് താമസിച്ചത്. മഡ് ഹൗസാണ്. ടെൻറ്റും ഉണ്ട്. അതിൻ്റെ മുകളിൽ ടെൻറ്റ് കിട്ടും. ടീമല്ലാത്തതുകൊണ്ട് ഒറ്റയ്ക്കായതുകൊണ്ടും ടെൻറ്റിന് കുറച്ച് പൈസയായി. എന്നാലും വലിയ സീനില്ല, അത്രയ്ക്ക് വലിയ പൈസ കിട്ടിയില്ല. പിന്നെ ഇന്ന് കാലത്ത് ഇവരുടെ കൂടെ ജീപ്പ് സഫാരിക്കൊക്കെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ടെൻ്റ് എടുത്തു. നമുക്ക് ഇവരുടെ മഡ് ഹൗസിൻ്റെ ഉള്ളിൽ കാണാം, എങ്ങനെയാണ് സംഭവം എന്ന് കാണാം. ആരുടെ റൂമാണെന്ന് നമുക്കറിയില്ല. ഇതാണ് മഡ് ഹൗസിൻ്റെ ഉള്ളിൽ. നൈസാണ്. 2 ബെഡ്, മുകളിലൊരു ബെഡ്, താഴെ ബെഡ്. ഇത് വർക്ക് ഏരിയ. ഇത് കിച്ചണാണ്. ഇത് ഇവിടുത്തെ ആൾക്കാരാ. പിന്നെ മുകളിലേക്ക് പോവാം. ഞാൻ മുകളിലാണ് ടെൻ്റ് അടിച്ച് താമസിച്ചത്. പിന്നെ അതിൻ്റെ മഡ് ഹൗസിൻ്റെ ഓരോ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നൈസാണ്, രസമാണ്. ക്യാമ്പ് ഫയറും ഫുഡൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പാക്കേജിലല്ലാത്തതുകൊണ്ട് ക്യാമ്പ് ഫയറിൽ ജോയിൻ ചെയ്തു. ഫുഡ് കുഴപ്പമില്ലാത്ത വിധം അവർ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. വയറ് നിറച്ച് കഴിക്കാൻ പറ്റിയില്ല, എന്നാലും കുഴപ്പമില്ല. ഇതാണ് എൻ്റെ വ്യൂ. നൈസാണ്, അടിപൊളിയാണ്. ഇനി ജീപ്പ് സഫാരിക്ക് പോകാൻ നിൽക്കുകയാണ് എല്ലാവരും. നമുക്ക് ജീപ്പ് സഫാരി പോകുമ്പോഴുള്ള വീഡിയോസ് കാണാം. ഇപ്പോൾ കഥയ്ക്കുണ്ട്. അത് കാലത്തത്തെ കോടമഞ്ഞ് കാണാൻ ഇറങ്ങിയതാണ്. അതിൻ്റെ കഥപ്പാണ്. ഓക്കെ. ചെറിയൊരു കുളം പോലെയാണ്. നമുക്ക് മുങ്ങി തപ്പിയാലോ, എന്തെങ്കിലും ഉണ്ടോ നോക്കിയാലോ.
അടിപൊളി അടിപൊളി. അപ്പോൾ തിരിച്ചു പോവാണ്. ഇപ്പോൾ ഏകദേശം ഒരു 4 മണി 3:30 ആവാറായി. ഇനി തിരിച്ചു പോകണം. ഞാൻ വിചാരിച്ചതിനേക്കാൾ കുറച്ച് സമയം കയ്യിൽ നിന്ന് പോയി. പക്ഷേ സംഭവം കിടുകയാണ്. ഇത് കണ്ടപ്പോൾ നിന്നതാണ്. നമ്മൾ മൂന്നാറിനേക്കാളും, ഞാൻ മൂന്നാറും കണ്ടിട്ടുണ്ട്, ഇപ്പോൾ കാന്തല്ലൂരും വന്നു. ഇപ്പോൾ മൂന്നാറ് വെച്ച് നോക്കുകയാണെങ്കിൽ മൂന്നാറിനേക്കാളും കിടിലൻ വ്യൂ തന്നെയാണ് കാന്തല്ലൂർ. പേരുള്ളതും പേരില്ലാത്തതുമായ ഇഷ്ടം പോലെ വെള്ളച്ചാട്ടങ്ങളുണ്ട്. നല്ല ക്ലൈമറ്റുമാണ്. പിന്നെന്താ, നല്ല ക്ലൈമറ്റാണ്. അത്യാവശ്യം നല്ല റോഡിൽ അത്യാവശ്യം ബ്ലോക്കും ഇല്ല. നല്ല 2 സൈഡ് നല്ല അത്യാവശ്യം തേയിലത്തോട്ടങ്ങളും എല്ലാം. മൂന്നാറിനേക്കാളും എനിക്ക് താല്പര്യമായത് കാന്തല്ലൂർ അല്ലെങ്കിൽ കാന്തല്ലൂർക്ക് പോണ വഴിയാണ്. വേറെ ലെവൽ തന്നെയാണ്. സംഭവം പൊളിയാണ്. അപ്പോൾ ഇനി പോവാണ്. ഇനി പോണ വഴിക്ക് ഇനി ഒരു വീഡിയോസ് എടുക്കില്ല, കാരണം സമയം കയ്യിലില്ല. ഇനിയിപ്പോൾ ഇറങ്ങിയാലേ വൈകുന്നേരം ആകുമ്പോഴേക്കും വീട് എത്തുള്ളൂ. അപ്പോൾ പോവാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരുന്നു. ബൈ.